ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പാക്കേജ് കണ്ടപ്പോഴേ മനസ്സിലാക്കിയാണ് ആമസോണിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റാണിത്. ഇത് നമ്മുടെ യൂട്യൂബിലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഇതിൻ്റെ ആമസോണിൻ്റെ ഇതിൻ്റെ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ പാക്കിങ് പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ പേപ്പർ കവറിങ്ങിലോ ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഒരു ബോക്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ ബില്ലാണെങ്കിൽ എൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ, അല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ആദ്യം ഈ ബില്ലൊന്ന് മാറ്റി നോക്കാം. നമ്മുടെ നൈഫ് ബില്ല് മാറ്റുമ്പോൾ ഇതാണ് നമ്മുടെ ബില്ല് തന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ വിചാരിച്ചു ഇവിടെ വല്ല ഫോട്ടോസ് എല്ലാം കാണുമായിരിക്കുമോ എന്ന് വിചാരിച്ചു, ഒന്നും കണ്ടില്ല. പാക്കേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കിയാൽ ഇവിടെ ആമസോൺ ബേസിക് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വ്ളോഗിങ് കിറ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് amazon.in/amazon basic എന്ന് കൊടുത്തിട്ടുണ്ട്. കീപ് ഡ്രൈ, റീസൈക്കിളിൻ്റെയും കീപ് ദ സിറ്റി ക്ലീൻ ഒക്കെ പറഞ്ഞുകൊണ്ട് കുറേ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ASIN നമ്പറും അതിൻ്റെ ഒരു മോഡൽ നമ്പർ പോലൊരു സാധനവും നെറ്റ് ക്വാണ്ടിറ്റി ഓർണമാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളതുകൊണ്ട് നമുക്കത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. മാനുഫാക്ചറിങ് ഫെബ്രുവരി 2025 മന്ത് ഓഫ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാർച്ച് 2025. ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് 1999 രൂപയാണ്. നമുക്കതിൻ്റെ പകുതിയുടെ പകുതി പോലും ആയിട്ടില്ല നമ്മൾ വാങ്ങിയപ്പോൾ. പിന്നെ ഇമ്പോർട്ട് ചെയ്ത ആരാന്നുള്ളൂ, മാനുഫാക്ചർ ചെയ്ത ആരെന്നുണ്ട്, മാർക്കറ്റിംഗ് ആരെന്നുണ്ട്, ഒറിജിൻ കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് ചൈനയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കസ്റ്റമർ കെയറിനെയും ഡീറ്റെയിൽസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആമസോൺ ബേസിക് വ്ളോഗ് കിറ്റ്, മോഡൽ നമ്പർ, ഇതിൻ്റെ അകത്ത് റേറ്റഡ് ഇൻപുട്ട്, ബാറ്ററി, റിമോട്ടിൻ്റെ ബാറ്ററി, ടെമ്പറേച്ചർ, മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ്, മെയ്ഡ് ഇൻ ചൈന എന്നുള്ളത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ബ്രാൻഡ് ഓണർ നെയിം ക്ലിക്ക് ടെക് റീറ്റെയിൽസ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. PCB റിംഗ് എന്ന് പറഞ്ഞ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടെ. തിക്നെസ് എബോവ് 50 മൈക്രോൺസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ വേറെ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. ഇപ്പർ സൈഡിലേക്ക് പോകണം ആമസോൺ ബേസിക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ബോക്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒന്ന് ഓപ്പൺ ആക്കാം. നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:00-ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് കാണാൻ ശ്രമിക്കുക. ഇല്ലാത്തവരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:00 നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതേപോലെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ഫോട്ടോസ്, എൻ്റെ കൈ കെട്ടിട്ടുള്ളതും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോയുടെ എൻഡിലായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിത് ഓപ്പൺ ആക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ആദ്യം തന്നെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു യൂസർ മാനുവൽ, സേഫ്റ്റി ഇൻഫർമേഷൻസും ഒക്കെയാണെന്ന് തോന്നുന്നു. അത് തൽക്കാലം നമുക്കൊന്ന് മാറ്റി വെക്കാം. ബാക്കി നമുക്ക് ഡീറ്റെയിൽസൊക്കെ കിടക്കാം. ഫസ്റ്റ് ഇതാണ് എന്ന് പറഞ്ഞാൽ ഒരു റിമോട്ടാണ്. നമുക്ക് ക്യാമറ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിമോട്ടാണ്. അത് iOS-ലും വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ആൻഡ്രോയിഡിലും വർക്ക് ചെയ്യാനായിട്ട് 2 റിമോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയും ഉണ്ട് റിമോട്ടിൻ്റെ അകത്ത്. അതേപോലെ തന്നെ റിമോട്ടിൻ്റെ പുറകിലും കൂടുതൽ ഡീറ്റെയിൽസ്, റിമോട്ട് ഷട്ടർ എന്നുണ്ട്, ഈസി ടു സെറ്റപ്പ് ആൻഡ് യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഫസ്റ്റ് ഇതാണ് കിട്ടിയത്. അതേപോലെ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു കേബിൾ, 2 റൗണ്ടിലത്തെ കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് 3.2 mm ജാക്കാണെന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ലൈറ്റുമായിട്ടോ അല്ലെങ്കിൽ മൈക്കുമായിട്ടോ കണക്ട് ചെയ്യാനുള്ളൊരു പോയിൻ്റാണെന്ന് തോന്നുന്നത്. അത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി കിട്ടി ഇതാണ് നമുക്ക് ഫോണൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റാണിത്. ഇവിടെ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നമുക്ക് എത്ര ആവശ്യത്തിനനുസരിച്ച് ഇത് വലിച്ചു കിട്ടാവുന്നതാണ്. പിന്നെ താഴെയാണെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തെ തന്നെ ഒരു സ്ക്രൂ വരുന്നുണ്ട് പുറകിലായിട്ടും ഉണ്ട്, സൈഡിലായിട്ടുണ്ട്. നമുക്ക് പോർട്രേറ്റായിട്ടോ ലാൻഡ്സ്കേപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിലാണിത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു മൈക്കാണ്. ഹാൻഡ് ഫീലിൽ നല്ല ലോ ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അതനുസരിച്ചുള്ള റേറ്റേ വാങ്ങുന്നുള്ളൂ, എന്നാലും ഒരു ലോ ക്വാളിറ്റി സാധനം തന്നെയാണ്.
അതിൻ്റെ ഒരു വിൻഡിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്പോഞ്ച് കൂടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഇതൊരു സ്പോഞ്ചാണ്. ഇതാണ് മൈക്കിൻ്റെ സെറ്റപ്പ് വരുന്നത്. വേറെ ബ്രാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ജസ്റ്റ് മൈക്ക് വന്നിട്ടേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് 2 വയേഴ്സൊക്കെ കാണാം. ഇവിടെ വേറെ ഒന്നും വന്നിട്ടില്ല. ഇതാണ് ഒരു മൈക്ക് വന്നിരിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ലൈറ്റ് എടുക്കാം. ഇതാണ് അടുത്ത വന്നിരിക്കുന്നത്. ഇതൊരു അത്യാവശ്യം സൈസ് തോന്നുന്നൊരു ലൈറ്റ് തന്നെയാണ്. നമുക്കൊന്ന് ബാറ്ററി ഉണ്ടോ നോക്കാം. ബാറ്ററി ഇല്ല. AAA ബാറ്ററി 3 എണ്ണം ഇടുന്ന രീതിയിലുള്ള ഒരു ബാറ്ററിയാണ് വരുന്നത്. ഇതിന് അത്യാവശ്യം വലിപ്പം തോന്നുന്നുണ്ട്. ഇതിൻ്റെ വെട്ടം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കണം. ക്വാളിറ്റിയൊക്കെ വളരെ ലോ ക്വാളിറ്റിയാണ്. വളരെ ലോ എന്ന് പറഞ്ഞാൽ വളരെ ലോ ക്വാളിറ്റിയാണ്. പിന്നെ അതിൻ്റെ സ്വിച്ച്, ലൈറ്റിൻ്റെ സ്വിച്ചും പുറകിലുണ്ട്. പിന്നെ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള കൊടുത്തിട്ടുണ്ട് ഇവിടെ. അടുത്ത ലാസ്റ്റായിട്ടുള്ളത് ഇതാണ് നമ്മുടെ ട്രൈപോഡ് വരുന്നത്. ഇവിടെ വിത്തി മാത്രമാണ് ബ്രാൻഡിങ് ചെയ്യേണ്ടത് ആമസോൺ ബേസിക് എന്നുള്ളത്. ഒരു സൈഡിൽ മാത്രം ആമസോൺ ബേസിക് എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇവിടെ രണ്ടും ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് ഫ്രീ ആയിട്ട് മൂവ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ ലോക്കായിട്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ 2 സ്റ്റാൻഡും വന്നിട്ടുണ്ട്. ഇതിങ്ങനെ 2 സൈഡിലോട്ടായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഇരുന്നോളും. ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡും ട്രൈപോഡെന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞൊരു ട്രൈപോഡ്, മിനി ട്രൈപോഡെന്ന് വേണമെങ്കിൽ പറയാം. അത് കൊടുത്ത ഒരു സാധനം കൂടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. ഇതും ലോ ക്വാളിറ്റിയാണ്. പക്ഷേ ഈ റേറ്റിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഈ ട്രൈപോഡ് മാത്രം. മറ്റേതൊക്കെ നല്ല ലോ ക്വാളിറ്റിയാണ്. ഈ മൈക്കാണ് നല്ല ലോ ക്വാളിറ്റി. പിടിച്ചാൽ പോലും അറിയാനില്ല മൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന്. ബാക്കിയൊന്നും അത്ര കുഴപ്പമില്ല. മൈക്കാണ് ഏറ്റവും ലോ ക്വാളിറ്റി. ബാക്കി കമ്പാരിറ്റീവ്ലി കുറച്ച് കുഴപ്പമില്ല. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. നമുക്കിത് തൽക്കാലം ഇവിടെ ഇത് തൽക്കാലമല്ല, ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ വെച്ചിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആംഗിളിൽ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എക്സാം വന്നിട്ട് താഴ്വശത്തും കൂടെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ലോക്കായിട്ടിരുന്നോളും. പിന്നെ അതിനകത്തില്ല. ഇതിൻ്റെ മണ്ടയ്ക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഹോളിലേക്ക് ഇങ്ങനെ കയറ്റിയിടാമെന്ന് തോന്നുന്നു. ഇതേ ഇങ്ങനെ ഹോളിലേക്ക് കയറ്റിയിട്ട് ഇത് വെച്ച് മുറുക്കി കഴിഞ്ഞാൽ ലൈറ്റും ഊരി പോവാതെ അവിടെ ഇരുന്നോളും. ഫോണിങ്ങനെ വെക്കുക. ഫോൺ ഇവിടെ എത്രയാണെന്ന് വെച്ചാൽ ലോക്കാക്കി വെക്കുക. അപ്പം ആ ഫോണിൻ്റെ അനുസരിച്ച് താഴോട്ട് വെട്ടം അടിക്കും. ഇവിടെ ഇങ്ങനെ ഫോൺ വെക്കുമ്പോഴത്തേക്കും താഴോട്ട് വെട്ടം അടിക്കും. ഇനിയുള്ളത് നമ്മുടെ മൈക്കാണ്. അത് വെക്കാനായിട്ടാണ് ഇവിടെ ഇതിൻ്റെ ടോപ്പ് സൈഡ്. അതും എന്നിട്ട് ഇതിൻ്റെ മണ്ടക്കത്തെ നട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇതാണ് കംപ്ലീറ്റ് ഒരു സെറ്റപ്പായി. എന്നിട്ട് നമ്മുടെ മൈക്കിൻ്റെ കേബിള്, എന്നിട്ട് ഈ ഒരു കേബിള് ഇതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ ഫോണിലേക്ക് കുത്തുക. ഇപ്പം ടൈപ്പ് സി ആയിരിക്കും മിക്ക ഫോണുകളും. അപ്പം ഇതിൻ്റെ ഒരു കൺവേർട്ട് ചെയ്യുന്ന അഡാപ്റ്റർ വാങ്ങിച്ചാൽ മതിയായിരിക്കും. വർക്കാവുമെന്ന് തോന്നുന്നു. അപ്പം ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ലൈറ്റ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു ആംഗിൾ ആണെങ്കിൽ ടോപ്പിൽ നിന്നുള്ള ആംഗിളാണ്. അപ്പം എനിക്കാണെങ്കിലും ഇതിങ്ങനെ വല്ലതും വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രൈപോഡിലേലും കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെട്ടം താഴോട്ടടിക്കും. മൈക്കിൻ്റെ അതും കിട്ടും. ഓഡിയോയും റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു അഫോർഡബിളായിട്ടുള്ള ഒരു ചെറിയൊരു ട്രൈപോഡ്. നമുക്ക് സെൽഫി ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് സെൽഫി വീഡിയോ എടുക്കാം. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും. അങ്ങനെ വെച്ച് സെൽഫായിട്ട് വ്ളോഗ് എടുക്കുന്നവരാണെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്വശം ഊരിയിട്ട് നമുക്ക് വേറൊരു ആംഗിളിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫോണെ മൊത്തത്തിൽ ചരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ചെയ്യണം. അങ്ങനെയും ചെയ്യാം. ഇവിടെ ലോക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് വേണമെങ്കിലും ഇങ്ങനെയും ചെയ്യാം. വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടായിരിക്കും ഇത് ഞെക്കുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡോ iOS ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് ഞെക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി റെക്കോർഡും ആകുന്നത്. അതുപോലെ തന്നെ ഈ റിമോട്ടിൻ്റെ സൈഡിലായിട്ടൊരു സ്വിച്ച് ഉണ്ട്. അത് ഓണാക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളറിലെ LED കത്തുന്നതാണ്. എന്നിട്ട് നമ്മൾ റിമോട്ടെ ഞെക്കുമ്പോൾ ഇത് വയറും ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ പെയർ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ മതി. അപ്പോൾ റെക്കോർഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്.
നമ്മൾ ഈ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്തായിരുന്നു, കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി ഇതിനില്ല. അതേപോലെ തന്നെ ഈ മൈക്കിൻ്റെ അത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും മൈക്കില്ലാതെ റെക്കോർഡ് ചെയ്യുമ്പോഴും സെയിം ആയിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ശബ്ദം കിട്ടുന്നതിൽ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. മറ്റൊരു പ്രോഡക്റ്റ് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച 6:30 അതിലേക്കും. താങ്ക് യു.